നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിൽ മൂന്നാം ഘട്ട ഡിജിറ്റൽ സർവേ ആരംഭിച്ചു. പെരുമ്പള വില്ലേജിൽ ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. വിനോദസഞ്ചാര മേഖലയിൽ സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ ലക്ഷ്യം കണ്ടുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗേറ്റ്വേ ബേക്കൽ പ്രീമിയർ 5-സ്റ്റാർ റിസോർട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സഹായഹസ്തവുമായി ഉത്തര മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി സഹായം വിതരണം ചെയ്തു. കാറ്റാടി AKG മന്ദിരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. ചടങ്ങിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് PK ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. റെൻസ്ഫെഡ് കാസർഗോഡ് ജില്ലാ സമ്മേളനം സമാപിച്ചു. കഞ്ഞങ്ങാട് രാജ റെസിഡൻസിയിലായിരുന്നു സമ്മേളനം. ചിമേനി ടൗണിൽ നിർമ്മിച്ച രക്തസാക്ഷി സ്മാരക മന്ദിരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. CPM ചെറുവത്തൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്മാരക മന്ദിരം ഒരുക്കിയത്. ഗുരുവായൂർ ഭസ്മ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അതീന്ദ്രിയം എന്ന വിഷയത്തിൽ സത്സംഗം നടന്നു. സദ്ഗുരു ഹേമന്ത് ശങ്കര അനുഗ്രഹ പ്രഭാഷണം നടത്തി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിൽ മൂന്നാം ഘട്ട ഡിജിറ്റൽ സർവേ ആരംഭിച്ചു. പെരുമ്പള വില്ലേജിൽ ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾ കാസർഗോഡ് ജില്ലയിൽ പുരോഗമിക്കുകയാണ്. ജില്ലയിൽ ഇതുവരെ അളന്നു തീർത്തത് 29,300 ഹെക്ടർ. ആദ്യഘട്ടത്തിലെ 18 വില്ലേജുകളും സർവേ പൂർത്തിയാക്കി. സർവേ അതിരടയാള നിയമപ്രകാരമുള്ള നടപടികൾ പൂർത്തിയാക്കി. മൂന്നാം ഘട്ട ഡിജിറ്റൽ സർവേക്കും തുടക്കം കുറിച്ചു. ഇതിന്റെ ഭാഗമായി പെരുമ്പള വില്ലേജിൽ മുൻ റവന്യൂ മന്ത്രിയും കഞ്ഞങ്ങാട് MLAയുമായ ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. അതിർത്തി തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി കോടതിയിൽ പോയി വർഷങ്ങൾ ഈ സർവേക്കാരും എല്ലാവരും കഴിഞ്ഞതിന് ശേഷം വർഷങ്ങൾ എടുത്തിട്ടും പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പ്രശ്നങ്ങളടക്കം കാണും. കോടതിയിൽ പോയാലും കമ്മീഷനെ അയക്കും, കമ്മീഷൻ വന്നു, കമ്മീഷൻ്റെ കൂടെ സർവേ വരും, നടക്കും, അതിൻ്റെ സമ്മാനം റിപ്പോർട്ട് കൊടുക്കും. എന്നാൽ പിന്നെ മുനിസിപ്പൽ കോടതി ഒരു തീരുമാനം എടുക്കും, അതിന് അപ്പീലുണ്ട്, അതിനപ്പോൾ ജില്ലാ അതിന് അപ്പീലുണ്ട്, ഹൈക്കോടതി. അനന്തമായി പ്രശ്ന പരിഹാര നിവൃത്തിക്ക് വേണ്ടി നടപടിയില്ലാതെ നീണ്ടുപോകുന്ന അവസ്ഥ ഭൂമി സംബന്ധമായ വിഷയങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം ഡിജിറ്റൽ സർവേ അപ്പം ഇതെന്താണ്? സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ഉണ്ടായിട്ടുള്ള പുതിയ പുരോഗതിയാണ്, നേട്ടമാണ്. വിദ്യ ഉപയോഗിച്ചാണ് നടക്കുന്നത്. പിന്നെ അതിൽ കൃത്രിമം നടത്താൻ കഴിയില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ അബൂബക്കർ അധ്യക്ഷയായി. ജില്ലാ കളക്ടർ K ഇമ്പശേഖർ ക്യാമ്പ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. സർവേ അസിസ്റ്റന്റ് ഡയറക്ടർ ആസിഫ് അലിയാർ KS പദ്ധതി വിശദീകരണം നടത്തി. തദ്ദേശ സ്വയംഭരണ ജനപ്രതിനിധികളായ ഇബ്രാഹിം മൻസൂർ ഗുരുക്കൾ, K കൃഷ്ണൻ പെരുമ്പള, രേണുക T, മനോജ് കുമാർ, ജാനകി, കാസർഗോഡ് തഹസിൽദാർ അജയൻ എന്നിവർ സംസാരിച്ചു. സർവേ ടെക്നിക്കൽ അസിസ്റ്റന്റ് KP ഗംഗാധരൻ സ്വാഗതവും സർവേ സൂപ്രണ്ട് KV പ്രസാദ് നന്ദിയും പറഞ്ഞു. വിനോദസഞ്ചാര മേഖലയിൽ സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ ലക്ഷ്യം കണ്ടുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗേറ്റ്വേ ബേക്കൽ പ്രീമിയർ 5-സ്റ്റാർ റിസോർട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഹൗസ് ബോട്ട് സർവീസ് സ്കീം എന്നിങ്ങനെ വിവിധ പദ്ധതികൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി. അവയെല്ലാം ഫലം കണ്ടുവെന്നാണ് പുതിയ കണക്കുകൾ കാണിക്കുന്നത്. ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ കാര്യത്തിൽ 2024 ആദ്യ 6 മാസങ്ങളിൽ തന്നെ 1.5 കോടിയോളം വിനോദസഞ്ചാരികൾ കേരളത്തിലെത്തി. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 20% വർധനവാണ് ഉണ്ടായതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ബേക്കൽ ഗേറ്റ്വേ പ്രീമിയർ 5-സ്റ്റാർ റിസോർട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 2020 പൊട്ടിപ്പുറപ്പെട്ട കോവിഡ് മഹാമാരി ലോകത്താകെ ടൂറിസം മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയത്. 2 വർഷത്തോളം അതിൻ്റെതായ പ്രത്യാഘാതങ്ങൾ നേരിടുന്നു. അതിനെ അതിജീവിക്കാൻ ഈടുരഹിത വായ്പ നൽകുന്ന റിവോൾവിംഗ് ഫണ്ട് പാക്കേജ്, ടൂറിസം വർക്കിംഗ് ക്യാപിറ്റൽ സപ്പോർട്ട് സ്കീം, ടൂറിസം എംപ്ലോയ്മെന്റ് സപ്പോർട്ട് സ്കീം, ടൂറിസം ഹൗസ് ബോട്ട് സപ്പോർട്ട് സ്കീം
ഇങ്ങനെ വിവിധ പദ്ധതികൾ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചു. അവയൊക്കെ ഫലപ്രദമായി എന്നതാണ് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തേക്കുള്ള ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ വരവ് 2024 ആദ്യ 2 മാസത്തിൽ റെക്കോർഡ് വർധനമാണ് ഉണ്ടായിരുന്നത്. ബേക്കൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പദ്ധതിക്ക് കീഴിലാണ് റിസോർട്ട് നിർമ്മാണം പൂർത്തിയാക്കിയത്. 1995 BRDC രൂപീകരിക്കുന്നതിന് മുൻപ് 50,000 സഞ്ചാരികൾ എത്തിക്കൊണ്ടിരുന്ന ബേക്കലിൽ ഇന്ന് 5 ലക്ഷത്തിലധികം ആളുകൾ എത്തുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ബേക്കൽ വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾക്ക് 32 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുത്തത്. 150 കോടിയുടെ നിക്ഷേപമാണിത്. ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന ഇൻവെസ്റ്റേഴ്സ് മീറ്റിലേക്ക് വ്യവസായ പ്രമുഖരെയും മുഖ്യമന്ത്രി ക്ഷണിച്ചു. ഫെബ്രുവരിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് നടക്കാൻ പോകുന്നുണ്ട്. അതിലും അദ്ദേഹം എത്തിച്ചേരണമെന്ന് പറഞ്ഞിട്ട് എത്താമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് കേരളത്തിലേക്കുള്ള അവരുടെ ഗ്രൂപ്പിന്റെ ഒരു ഗേറ്റ്വേ കൂടിയായി മാറട്ടെ എന്നാണ് എനിക്ക് പറയുന്നത്. ഉത്തര മലബാർ ടൂറിസത്തിന്റെ വളർച്ച കേരള ടൂറിസത്തിന്റെ വേഗം കൂട്ടുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഒരു പഞ്ചായത്തിൽ 3 പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ഉണ്ടാകുന്നത് രാജ്യത്ത് ആദ്യമായിരിക്കും. അത് നാടിനെ ആകെ മാറ്റിമറിക്കും. ജനജീവിതം കൂടുതൽ മെച്ചപ്പെടുകയും കൂടുതൽ തൊഴിലവസരങ്ങൾ ഒരുങ്ങുകയും ചെയ്യുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഒരു പഞ്ചായത്തിൽ 3 പ്രധാനപ്പെട്ട ഹോട്ടൽ സമുച്ചയങ്ങൾ ഉണ്ടാകുന്നത് ഇന്ത്യയിൽ തന്നെ അപൂർവമായി കാണാൻ സാധിക്കുന്നത്. ടൂറിസ്റ്റുകൾക്കും മറ്റുള്ളവർക്കും താമസിക്കാനുള്ള ഇടമൊരുങ്ങുന്നു എന്നുള്ളത് മാത്രമല്ല, ഒരു നാടാകെ വികസിക്കുക, ഒരു നാടിന്റെ സമസ്ത മേഖലകളിൽ വികസനം വരിക. സഞ്ചാരികൾ വരുന്നതിന്റെ ഭാഗമായി ഈ മേഖലയിലായ ചില്ലറ വ്യാപാര മേഖലയിൽ ഉൾപ്പെടെ എല്ലാ ഇടങ്ങളിലും അതിന്റെ അഭിവൃദ്ധി, സാമ്പത്തിക അഭിവൃദ്ധിയും പുരോഗതിയും കാണാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, MLA മാരായ E ചന്ദ്രശേഖരൻ, M രാജഗോപാലൻ, ടൂറിസം പൊതുമരാമത്ത് വിഭാഗം സെക്രട്ടറി K ബിജു, IHCL സീനിയർ വൈസ് പ്രസിഡന്റ് സത്യജിത് കൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് BV ബാലകൃഷ്ണൻ, ജില്ലാ കളക്ടർ K ഇമ്പശേഖർ, ജില്ലാ പോലീസ് മേധാവി D ശിൽപ, ടൂറിസം ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ, ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ലക്ഷ്മി, പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M കുമാരൻ, അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭ, ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. CH കുഞ്ഞമ്പു MLA സ്വാഗതവും BRDC MD P ഷിജൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ബേക്കൽ. നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സഹായഹസ്തവുമായി ഉത്തര മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി അപകടത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സഹായം വിതരണം ചെയ്തു. നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഉത്തര മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സഹായധനം പെരിയ SN കോളേജിൽ നടന്ന ചടങ്ങിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് കൈമാറി. ഉത്തര മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പരിധിയിലുള്ള കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 145 ക്ഷേത്രങ്ങൾ, ദേവസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് സ്വരൂപിച്ച സഹായമാണ് മന്ത്രി വിതരണം ചെയ്തത്. പരിക്കേറ്റവരുടെ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാർ ആവശ്യമായത് ചെയ്യുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ജീവൻ നഷ്ടപ്പെട്ട അവരുടെ കുടുംബങ്ങളെ സഹായിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാർ നടത്തി വരികയാണ്. ഇവിടെ അതിൻ്റെ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കിടക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കുടുംബങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ധനസഹായം അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊന്നും നഷ്ടം തീരാൻ വേണ്ടി പോകുന്നില്ല എന്ന് നമുക്കറിയാം. ഇവിടെ ഇപ്പോൾ ആ കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടി വളരെ മാതൃകാപരമായി ഉത്തര മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി മുന്നോട്ട് വന്നുകൊണ്ടുള്ളത്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 1 ലക്ഷം രൂപ വീതമാണ് നൽകിയത്. ഉത്തര മലബാറിലെ വിവിധ ക്ഷേത്രങ്ങളിലെ ആചാരസ്ഥാനികർ ചടങ്ങിൽ പങ്കെടുത്തു. വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് ജോലി നൽകാൻ സർക്കാർ തലത്തിൽ നടപടി വേണമെന്ന് ചടങ്ങിൽ അധ്യക്ഷനായ ഉത്തര മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് രാജൻ പെരിയ പറഞ്ഞു. അതിന് പിന്നാലെയാണ് ശേഷം കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലെ 140 വരുന്ന സമുദായ ക്ഷേത്രത്തിന്റെ പങ്ക് കൂടി ആ ബന്ധുരായ കുടുംബങ്ങൾ നൽകണമെന്ന് ആലോചിക്കുകയും അതിന് ശരീരത്തെ കടക്കം അപ്പാടായിട്ട് തുറക്കം കൊടുക്കുകയും അങ്ങനെ ചെയ്യുന്നതിലെടുത്ത പൈസ
1,00,000 രൂപ വീതം ശ്രീ കുഞ്ഞമ്പു എം.എൽ.എ കൊടുക്കണമെന്ന് പറയുകയും അത് പൂർണ്ണമായും പാലിച്ചുകൊണ്ട് 6 കുടുംബങ്ങളെ വിളിച്ചു വെച്ചിരിക്കുകയാണ്. CH കുഞ്ഞമ്പു MLA, പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദൻ, KV ബാലകൃഷ്ണൻ, നാരായണൻ കുളത്തൂർ, ഡോക്ടർ ശശിധരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാറ്റാടി AKG മന്ദിരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. കേന്ദ്ര ഗവൺമെന്റ് പകപോക്കൽ നിലപാടാണ് കേരളത്തോട് കാണിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. CPIയും കാറ്റാടി ഫസ്റ്റ്, സെക്കൻഡ് ബ്രാഞ്ചുകൾക്കും ജനശക്തി കലാവേദിക്കും ഗ്രന്ഥാലയത്തിനും വേണ്ടി പണിത കാറ്റാടി AKG മന്ദിരത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്രം സഹായം നിഷേധിച്ചുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് പകപോക്കൽ നിലപാടാണ് കേരളത്തോട് കാണിക്കുന്നതെന്നും ഒരു സംസ്ഥാനത്തോടും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കേരളവും രാജ്യത്തിന്റെ ഭാഗമാണ്. നീതി നിഷേധിക്കാൻ പാടില്ല. ഇതിനെതിരെ നമ്മുടെ നാട്ടിൽ കടുത്ത പ്രതിഷേധം ഉയർന്നു വരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2025 നവംബർ 1 കേരളത്തിലെ അതിദരിദ്ര കുടുംബങ്ങളെയാകെ പൂർണ്ണമായും അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തമാക്കാൻ നമുക്ക് കഴിയും. അതന്ന് പ്രഖ്യാപിക്കാനും കഴിയും. ഇതൊക്കെ കേരളത്തിന് കഴിയുന്നത് എന്തുകൊണ്ടാണ്? ബദൽ നയം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ്. ഈ കേരളത്തെയാണ് ശ്വാസം മുട്ടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്, സാമ്പത്തികമായി ഞെരുക്കാനുള്ള ശ്രമം. കേന്ദ്ര ഗവൺമെൻറ് കടുത്ത രീതിയിലാണ് ഒരു പകപോക്കൽ രീതി പോലെ കേരളത്തോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി മുണ്ടക്കൈ ചൂരൽമല ദുരന്തം പോലും അർഹമായ സഹായം നിഷേധിക്കുന്ന നിലയാണ് വന്നിട്ടുള്ളത്. ഒരു സംസ്ഥാനത്തോടും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരമായ നിലപാടാണ് കേരളത്തോട് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്നത്. ഇതിനെതിരെ ഇപ്പോഴൊരു മാറ്റം വന്നിട്ടുള്ളത് കേരളത്തിൽ നിന്നുള്ള MP-മാരാകെ ഒന്നിച്ചതിനെ ചോദ്യം ചെയ്യാൻ തയ്യാറാകുന്നുണ്ട്. പാർലമെൻറ്റിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുന്നത് നാം കണ്ടു. നമ്മുടെ നാടിൻ്റെ കടുത്ത പ്രതിഷേധം ഉയർന്നു വരേണ്ട ഒരു ഘട്ടമാണിത്. നമ്മളും ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ്. നീതി, അവകാശം നിഷേധിക്കാൻ പാടില്ല. ആ നിഷേധത്തിനെതിരെ ശക്തമായ നിലപാട് നാടിനാകെ ഒന്നിച്ച് സ്വീകരിക്കാനാവണം. കേന്ദ്ര ഗവൺമെൻറ് നേരത്തെയുള്ള ദുരന്തങ്ങളിലും നമ്മെ സഹായിച്ചിട്ടില്ല. സഹായിച്ചാലുമില്ലെങ്കിലും ദുരന്തം അനുഭവിക്കേണ്ടി വന്നൊരു നാടിന് അതിജീവിച്ചേ മതിയാവും. നമ്മുടെ നാടിൻ്റെ ഒരുമയും ഐക്യവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ ഒരുമയിലൂടെ, ഐക്യത്തിലൂടെ എങ്ങനെ അതിജീവനം നടത്താം എന്ന് തെളിയിച്ച നാടാണ് നമ്മുടേത്. മുണ്ടക്കൈ ചൂരൽമലയിലും അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇത്തരം കാര്യങ്ങളിൽ വ്യക്തതയോടെയുള്ള നിലപാടുകൾ സ്വീകരിച്ച് പ്രവർത്തിച്ചു പോകാൻ ഇനിയുള്ള ഘട്ടത്തിൽ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. CPIയും കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് K. രാജ്മോഹനൻ അധ്യക്ഷത വഹിച്ചു. AKGയുടെ ഫോട്ടോ ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ അനാച്ഛാദനം ചെയ്തു. M. പൊക്ലൻ പതാക ഉയർത്തി. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KP സതീഷ് ചന്ദ്രൻ, CH കുഞ്ഞമ്പു MLA, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV രമേശൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ P. അപ്പുക്കുട്ടൻ, PK നിഷാന്ത്, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, കൊളവയിൽ ലോക്കൽ സെക്രട്ടറി K. ഗംഗാധരൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. ശോഭ, കൊളവയിൽ ലോക്കൽ കമ്മിറ്റി അംഗം സന്തോഷ് കാറ്റാടി, വിപിൻ കാറ്റാടി, കാറ്റാടി സെക്കൻഡ് ബ്രാഞ്ച് സെക്രട്ടറി സുഭാഷ് കാറ്റാടി, ഫസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി SK സുർജിത്ത്, ജനശക്തി കലാവേദി വനിതാവേദി കൺവീനർ പൂമണി ശ്രീധരൻ എന്നിവർ സംസാരിച്ചു.
നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ കാറ്റാടി കുമാരൻ സ്വാഗതവും കൺവീനർ CH ബാബു നന്ദിയും പറഞ്ഞു. തുടർന്ന് 7 മണിക്ക് ഗസൽ ഗായകൻ അലോഷിയുടെ ഗസലിം അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് PK ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം സംബന്ധിച്ച് 8ാം ശമ്പള കമ്മീഷനെ ഉടൻ നിയമിക്കണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് കാസർഗോഡ് ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് PK ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ലോകത്തെമ്പാടും ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് പട്ടിണിയെ കുറിച്ചാണ്, ദാരിദ്ര്യത്തെ കുറിച്ച്. ദാരിദ്ര്യം സൃഷ്ടിക്കുന്നത് തൊഴിലില്ലായ്മയാണ്. ലോകത്തെമ്പാടുമുള്ള നല്ലൊരു ശതമാനം വരുന്ന ഏകദേശം 200 കോടിയിൽ പരം ജനങ്ങൾ ഈ ഭൂമുഖത്തുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്ക് പറയുകയാണെങ്കിൽ 220 കോടി ജനങ്ങളാണ് നമ്മുടെ ഈ ഭൂമുഖത്ത് അധിവസിക്കുന്നത്. അതിന് നല്ലൊരു ശതമാനം പേരും ജീവിക്കാൻ പെടാപ്പാടുന്നവരാണ്. അതുകൊണ്ടാണ് 2015 ഐക്യരാഷ്ട്രസഭ ഒരു പ്രഖ്യാപനം നടത്തിയത്. അംഗരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഒരു 15 കൊല്ലം കഴിയുമ്പോഴത്തേക്കും അതീവ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യണം എന്ന ഒരു പ്രഖ്യാപനം ഐക്യരാഷ്ട്രസഭ നടത്തിയിട്ടുണ്ടായിരുന്നു. അതീവ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഒരു നേരം ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത കുടുംബങ്ങൾ, അങ്ങനെയുള്ള കുടുംബങ്ങളെ പൂർണ്ണമായും അത് നിർമ്മാർജ്ജനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം നമ്മുടെ ഒരു ടാർഗറ്റായി വെച്ച് അംഗരാഷ്ട്രങ്ങളെല്ലാം അത് മുഖ്യ ലക്ഷ്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് പ്രഖ്യാപനം. ജില്ലാ പ്രസിഡന്റ് TK ഗംഗാധരൻ അധ്യക്ഷനായി. PV രാജേന്ദ്രൻ, KMV ചന്ദ്രൻ, K ഹരിദാസ്, A ഗോപിനാഥ്, KV കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി PV ശരത് സ്വാഗതവും ട്രഷറർ പ്രദീപ് കുമാർ നന്ദിയും പറഞ്ഞു. ജില്ലാ സെക്രട്ടറിയായി ശരത് PV, പ്രസിഡന്റായി ലളിതാഭായ്, ട്രഷററായി പ്രദീപ് കുമാർ T എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. റൺസ്ഫെഡ് കാസർഗോഡ് ജില്ലാ സമ്മേളനം സമാപിച്ചു. കാഞ്ഞങ്ങാട് രാജ റെസിഡൻസിയിലാണ് സമ്മേളനം നടന്നത്. റൺസ്ഫെഡ് കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് രാജ റെസിഡൻസിയിൽ നടന്നു. E ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട സംഘടന എന്ന നിലയിൽ നമ്മുടെ നാടിൻ്റെ വികസന പ്രക്രിയയിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നവരാണ് നിങ്ങൾ. വിവിധങ്ങളായ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്ന രജിസ്റ്റർ ചെയ്ത എഞ്ചിനീയർമാരുടെയും സൂപ്പർവൈസർമാരുടെയും സംഘടനയാണ്. സ്വാഭാവികമായും അത്തരമൊരു സംഘടന പ്രവർത്തിക്കുമ്പോൾ അവർക്ക് അധികാരികളുമായി ബന്ധപ്പെടേണ്ടി വരുന്ന വിഷയങ്ങളാണ് ഇവിടെ സ്വാഗത പ്രസംഗത്തിനടക്കം സൂചിപ്പിച്ചത്. ജില്ലാ പ്രസിഡന്റ് പവിത്രൻ ഞാണിക്കടവ് അധ്യക്ഷത വഹിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ G സുധാകരൻ മുഖ്യാതിഥിയായി. സംസ്ഥാന പ്രസിഡന്റ് ശ്രീകാന്ത് S ബാബു മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അനീസ് PV സംസ്ഥാന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മധു S നായർ, മുജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു. അനിയന്ത്രിതമായി ചെങ്കല്ല് വില വർധനവിനെതിരെ ജില്ലാ ഭരണകൂടം ഇടപെടണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പുതിയ കമ്മിറ്റി പ്രസിഡന്റായി പവിത്രൻ ഞാണിക്കടവ്, സെക്രട്ടറിയായി പ്രദീപ് ചെർക്കള, ട്രഷററായി സന്തോഷ് AU എന്നിവരെ തെരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റുമാരായി നൌഫൽ PM, ജിമ്മി ജോസ്, ജോയിന്റ് സെക്രട്ടറിമാരായി ശാലിനി P, സാദത്ത് MA എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടവേള. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Vivah by Shobika Weddings.
കടലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയാ. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകോ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം കാഞ്ഞങ്ങാട്. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോട്ടപ്പാറ കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ രംഗത്ത് ഉത്തര മലബാറിൽ അത്യുന്നതിയിലേക്ക് കുതിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമായ മികച്ച ക്യാമ്പസ്, പരിചയസമ്പന്നരായ അധ്യാപകർ, മികച്ച ലൈബ്രറി, വാഹന സൗകര്യം എന്നിവ ഉറപ്പു നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547 977188 8547 349188. വിദഗ്ധ ഡെർമറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തിനായുള്ള അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ സ്കിൻ, ഹെയർ ആൻഡ് ലേസർ സെന്റർ ഇനി കാഞ്ഞങ്ങാടിന് സ്വന്തം. നിങ്ങളുടെ ചർമ്മം, മുടി, നഖം എന്നിവയെ ബാധിക്കുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം. പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. ഹൈഡ്രാ ഫേഷ്യൽ, മെഡിഫേഷ്യൽ, ബോട്ടോക്സ് ഫില്ലർ, ത്രെഡ് ലിപ്സ്, സോറിയാസിസ്, വെള്ളപ്പാണ്ടിനുള്ള ചികിത്സ, മുഖക്കുരുവും കറുത്ത പാടുകളും മാറുന്നതിനുള്ള നൂതന സ്കിൻ പീലുകൾ, ഫേഷ്യൽ റെജുവിനേറ്റർ, മുഖത്തും ദേഹത്തുമുള്ള പാടുകൾക്കുള്ള ചികിത്സ, കാർബൺ പീൽ, ടാറ്റു റിമൂവൽ, മറുക്, അരിമ്പാറ, പാലുണ്ണി എന്നിവയ്ക്കുള്ള ചികിത്സ, ലേസർ ഹെയർ റിഡക്ഷൻ, മുടികൊഴിച്ചിലിനുള്ള ചികിത്സ എന്നിങ്ങനെ എല്ലാത്തരം ചികിത്സാ സൗകര്യവും ലഭ്യമായ കാസർഗോഡ് ജില്ലയിലെ ഏക സ്ഥാപനം പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, നിയർ ഭീമ ജ്വല്ലറി, കാഞ്ഞങ്ങാട്. കോൺടാക്ട് നമ്പർ 9895413028. DDC MRI ഡയഗ്നോസ്റ്റിക് സെന്റർ. ആരോഗ്യപരിപാലന രംഗത്ത് കൃത്യമായ രോഗനിർണയം ചികിത്സയോളം പ്രാധാന്യമുള്ളതാണ്. വടക്കേ മലബാറിൽ അതിനൂതന ലാബ് സൗകര്യങ്ങളോട് കൂടി അൾട്രാസൗണ്ട് സ്കാനിംഗ് സൗകര്യവും മികച്ച ഫാർമസിയും 24 മണിക്കൂർ പ്രവർത്തന സജ്ജമായ ഉത്തര മലബാറിലെ ഏറ്റവും മികച്ച അഡ്വാൻസ്ഡ് 1.5 ടെസ്ല MRI സ്കാനിംഗ് സംവിധാനവും ഒരുക്കിയിരിക്കുന്നു. 1.5 ടെസ്ല സംവിധാനത്തിൽ സിഗ്നൽ ടു നോയിസ് അനുപാത മികവ്, വ്യക്തതയോടുകൂടിയ പരിശോധനാ ഫലം ലഭ്യമാകുന്നു. വിദഗ്ധരായ മെഡിക്കൽ ഇമേജിംഗ് ടെക്നീഷ്യന്മാരുടെ സേവനത്തോടെ ഇനി പരിശോധനകൾ കൃത്യവും എളുപ്പവുമാകട്ടെ. DDC MRI ഡയഗ്നോസ്റ്റിക് സെന്റർ, ഓപ്പോസിറ്റ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, തോയമൽ, കാഞ്ഞങ്ങാട്. ഫോൺ 8848628282. വാർത്തകൾ തുടരുന്നു. ചീമേനി ടൗണിൽ നിർമ്മിച്ച രക്തസാക്ഷി സ്മാരക മന്ദിരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. CPM ചെറുവത്തൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് രക്തസാക്ഷി സ്മാരക മന്ദിരം ഒരുക്കിയത്. CPM ചെറുവത്തൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചീമേനി രക്തസാക്ഷി സ്മാരക മന്ദിരം ഒരുക്കിയത്. ചെറുവത്തൂർ ഏരിയയിലെ മുഴുവൻ CPM അംഗങ്ങളിൽ നിന്നും കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ പൊതുജനങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും തുക സമാഹരിച്ചാണ് രക്തസാക്ഷി സ്മാരക മന്ദിരം പൂർത്തിയാക്കിയത്. സന്ദർശകർക്കുള്ള സൗകര്യം, വിദ്യാർത്ഥികൾക്ക് റഫറൻസിനുള്ള സൗകര്യം, വായിക്കാനുള്ള പുസ്തകം എന്നിവയും മന്ദിരത്തിൽ ഒരുക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ രക്തസാക്ഷി മന്ദിരം നാടിന് സമർപ്പിച്ചു. രക്തസാക്ഷി സ്മാരക ഹാൾ CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി ഉദ്ഘാടനം സംസ്ഥാന കമ്മിറ്റി അംഗം CH കുഞ്ഞമ്പുവും ഫോട്ടോ അനാച്ഛാദനം M രാജഗോപാലൻ MLAയും നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. P ജനാർദ്ദനൻ, C പ്രഭാകരൻ, K സുധാകരൻ, മാധവൻ മണിയറ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഗുരുവായൂർ ഭസ്പ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അതീന്ദ്രിയം എന്ന വിഷയത്തിൽ സത്സംഗം നടന്നു. സദ്ഗുരു ഹേമന്ത ശങ്കര അനുഗ്രഹ പ്രഭാഷണം നടത്തി.
ഗുരുവായൂർ ആസ്ഥാനമായുള്ള ഭസ്മ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് രാജ റെസിഡൻസിയിൽ അതീന്ദ്രിയം എന്ന വിഷയത്തിൽ സത്സംഗം നടന്നു. സദ്ഗുരു ഹേമന്ത ശങ്കര അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഇന്ദ്രിയങ്ങളുടെ അന്തർദർശനം സാധ്യമാവുന്നത് മനസ്സിന്റെ അന്തർദർശനത്തിലൂടെയാണ്. ഇതാണ് ഈ സബ്ജക്റ്റിൽ നമുക്കൊന്ന് കണ്ണൊഴിച്ചു പോവാം. ഞാൻ പറഞ്ഞത് മനസ്സിലായി? നിങ്ങൾ തന്നെ എന്നോട് പറയുന്നത് ഇന്ദ്രിയങ്ങളുടെ അന്തർദർശനം സാധ്യമാവുന്നത് മനസ്സിന്റെ അന്തർദർശനത്തിലൂടെ. എന്താണ് വാട്ട് ഈസ് മൈൻഡ്? എന്താണ് മനസ്സ്? സ്വാമിനി ഹേമാംബിക ശങ്കരി ആമുഖ ഭാഷണം നടത്തി. അഡ്വക്കേറ്റ് മധുസൂദനൻ സ്വാഗതം പറഞ്ഞു. ഭസ്മ ഫൗണ്ടേഷൻ ട്രസ്റ്റി PC ബിജു കൃഷ്ണൻ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ഹോസ്തുർഗ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ DCC നേതൃയോഗം നടന്നു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് M ലിജു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹോസ്തുർഗ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ DCC നേതൃയോഗം നടന്നു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് M ലിജു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്ന മിഷൻ 25 പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ, അതോടൊപ്പം അനുബന്ധ സംഘടനാ റിപ്പോർട്ടിങ്ങുമാണ് നമ്മുടെ ഈ ഒരു ജില്ലാ നേതൃയോഗങ്ങളുടെ ലക്ഷ്യം. ഇന്ന് കാസർഗോഡ്, നാളെ ഉച്ചയ്ക്കാണ് തിരുവനന്തപുരം. കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്തെ അങ്ങനെ 20-ാം തീയതിക്ക് മുമ്പ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളുടെയും നേതൃയോഗങ്ങൾ കഴിയും. നമുക്കറിയാം നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം, ദേശീയതയും സംസ്ഥാനത്തെയും രാഷ്ട്രീയ സാഹചര്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതീവ ഗൗരവതരമായ ഇടപെടൽ നടത്തേണ്ട തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ദേശീയ തലത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാടിന്റെ ജനാധിപത്യം തന്നെ അപകടത്തിലാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. കഴിഞ്ഞ ദിവസം രാജ്യസഭാ ഉപാധ്യക്ഷനെതിരെ അതായത് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റിനെതിരെ നമുക്ക് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത് ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഒരു സംഭവമാണ്. വൈസ് പ്രസിഡന്റിനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവരേണ്ടത് സാധിക്കും. DCC പ്രസിഡന്റ് PK ഫൈസൽ അധ്യക്ഷനായി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ, മുൻ DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ, UDF ജില്ലാ കൺവീനർ A ഗോവിന്ദൻ നായർ, സേവാദൾ സംസ്ഥാന ചെയർമാൻ രമേശൻ കരുവാച്ചേരി, പ്രൊഫസർ ഖാദർ മാങ്ങാട്, കരിമ്പിൽ കൃഷ്ണൻ, ശാന്തമ്മ ഫിലിപ്പ്, മീനാക്ഷി ബാലകൃഷ്ണൻ, PG ദേവ്, MC പ്രഭാകരൻ, BP പ്രദീപ് കുമാർ, അഡ്വക്കേറ്റ് PV സുരേഷ് തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പ്രതിഷേധം ശക്തമാക്കി ബളാൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. രാജപുരം വൈദ്യുതി ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. അടിക്കടി വർദ്ധിച്ചുവരുന്ന വൈദ്യുതി ചാർജിനെതിരെ പ്രതിഷേധം ശക്തമാക്കി ബളാൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി രാജപുരം വൈദ്യുതി ഭവനിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. പിണറായി വിജയന്റെ കുറുവാ സംഘം കൃഷ്ണൻകുട്ടി കൂട്ടരുമല്ല. KPCC സെക്രട്ടറി M അസ്നാർ സമരം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പന്തംകൊളുത്തെ പ്രകടനം ഉൾപ്പെടെയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾക്ക് ശേഷമാണ് നാം സമരത്തിന്റെ 2ാം ഘട്ടമെന്ന നിലയിൽ ഇന്ന് കേരളത്തിലെ 300ഓളം ഇലക്ട്രിസിറ്റി ഓഫീസുകളുടെ മുമ്പിൽ ഇത്തരത്തിലൊരു സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. സമരത്തിന് ആധാരമായ കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ സ്വാഗത ഭാഷകനും സംക്ഷിപ്തമായി പ്രിയപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. കേരളത്തിലെ ഇടതുമുന്നണി ഗവൺമെന്റ് തുടർ ഭരണം അത് കിട്ടിയതിനെ തുടർന്ന് എന്തുമാവാം എന്നൊരു നിലയിലേക്ക് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രാജു കട്ടക്കയം മുഖ്യാതിഥിയായി. ബളാൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മധുസൂദനൻ ബാലൂർ അധ്യക്ഷത വഹിച്ചു. VK ബാലകൃഷ്ണൻ മാഷ് സ്വാഗതം പറഞ്ഞു. BP പ്രദീപ് കുമാർ, TK നാരായണൻ, MM സൈമൺ, KJ ജെയിംസ്, മാണിയൂർ ബാലകൃഷ്ണൻ, V ബാലകൃഷ്ണൻ, MP ജോസഫ്, ബാബു കദളിമറ്റം, പ്രിയ ഷാജി, രാധാമണി തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. മധു റാണിപുരം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, രാജപുരം. വൈദ്യുത നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വൈദ്യുത സെക്ഷൻ ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. തൃക്കരിപ്പൂരിൽ KPCC അംഗം കരിമ്പൽ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.
ഇളമ്പച്ചി ബാക്കിലിമുക്കിൽ നിന്നുമാണ് KCB ഓഫീസിലേക്ക് തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രവർത്തകർ മാർച്ച് നടത്തിയത്. KPCC അംഗം കരിമ്പിൽ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഈ ഭരണം ആരംഭിച്ച കാലഘട്ടം തൊട്ട് ഈ സമൂഹത്തിൽ നമ്മൾ നിൽക്കുന്ന ഈ സന്ദർഭം വരെ കേരളത്തിലെ സാധാരണക്കാരായ ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവിനെ സംബന്ധിച്ച് സാധാരണക്കാരായ ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ സംസ്ഥാനം നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന കാലഘട്ടത്തെ സംബന്ധിച്ച് ഈ സന്ദർഭത്തിൽ ഒന്ന് പുനർചിന്തനം ചെയ്യുന്നത് നന്നായിരിക്കും. അന്ന് കേവലം 2 പൈസ ഒരു യൂണിറ്റിന് വർധനമുണ്ടായപ്പോ കേരളത്തിൽ എത്ര പൊതുമുതൽ നശിപ്പിച്ചു എന്നതിനെ സംബന്ധിച്ചുള്ള കണക്കുകൾ നിങ്ങൾ എന്തെടുത്ത് പരിശോധിച്ച് നോക്കണം. എത്ര ടവർ കത്തിച്ചു, എത്ര ബസ് കത്തിച്ചു, എത്ര മറ്റു വാഹനങ്ങൾ പൊതുവാഹനങ്ങൾ കത്തി നശിപ്പിച്ചിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് നിങ്ങളൊരു പുനർചിന്തനം നടത്തിയാൽ ഈ 8 വർഷത്തിന്റെ അകത്ത് UDFിന്റെ നേതൃത്വത്തിൽ നടന്ന ഏതെങ്കിലും ഒരു സമരമുഖം ഏതെങ്കിലും 10 പൈസയുടെ ഒരു പൊതുമുതൽ നശിപ്പിച്ചു എന്ന ആരോപണം പറയാൻ ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് സാധിക്കില്ല. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV വിജയൻ അധ്യക്ഷനായി. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, ജനറൽ സെക്രട്ടറി KP പ്രകാശൻ, KPCC അംഗം KV ഗംഗാധരൻ, P കുഞ്ഞിക്കണ്ണൻ, K സിന്ധു, PV കണ്ണൻ മാസ്റ്റർ, C രവി തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. വേലാശ്വരം വിശ്വഭാരതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വാർഷിക ആഘോഷത്തിന് തുടക്കമായി. വിളംബര ഘോഷയാത്ര നടന്നു. വേലാശ്വരം വിശ്വഭാരതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വാർഷികാഘോഷം ജനുവരി 19 വരെ നടക്കും. ആഘോഷത്തോടനുബന്ധിച്ച് വിളംബര ഘോഷയാത്ര നടന്നു. മുൻ MLA TV രാജേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ കലാ സാംസ്കാരിക പ്രസ്ഥാനത്തെ നട്ടു നനച്ച് വളർത്തി വലുതാക്കിയത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്, പുരോഗമന പ്രസ്ഥാനത്തിന് വലിയ പങ്കുണ്ട്. സ്വാതന്ത്ര്യ സമര കാലത്ത് ഒരേ സമയം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പങ്കാളിയാവുന്നതോടൊപ്പം ജനങ്ങളെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആവശ്യകത, അനിവാര്യത ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഓരോ പ്രദേശത്തും വായനശാലകൾ ഉണ്ടാക്കാനാണ് അന്ന് സ്വാതന്ത്ര്യ പ്രസ്ഥാനം, നമ്മുടെ ദേശാഭിമാന പ്രസ്ഥാനം മുൻകൈയെടുത്തത്. അങ്ങനെയാണ് ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇല്ലാത്ത വിധം ആയിരക്കണക്കിന് വായനശാലകളുള്ള
കലാ സാംസ്കാരിക സംഘടനകളുള്ള ഒരു നാടായി, സംസ്ഥാനമായി നമ്മുടെ കേരളം മാറിയിട്ടുണ്ട്. ഞാൻ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ പോയാലാണ് സംസ്ഥാനങ്ങളിലൂടെ വാഹനങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്, എത്രയോ കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും ഗ്രാമാന്തരങ്ങളിൽ പോയാൽ എല്ലാവർക്കും ഇങ്ങനെ ഒരു വേർതിരിവും ഇല്ലാതെ, അതിർവരമ്പുകൾ ഇല്ലാതെ ഒന്നിച്ചിരിക്കാൻ കഴിയുന്ന സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ, ഗ്രന്ഥാലയങ്ങൾ, വായനശാലകൾ അല്ലെങ്കിൽ ക്ലബ്ബുകൾ നമുക്ക് കാണാൻ കഴിയും. സംഘാടക സമിതി ചെയർമാൻ പി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CPIM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ, അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ, വൈസ് പ്രസിഡന്റ് കെ സബീഷ് എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ അജിയൻ PV സ്വാഗതവും ട്രഷറർ TP ജ്യോതിഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള കൂടി. എന്താ ഡോക്ടർ, എനിക്കിന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റും? ഓ, അതിനെന്താ, ഓഫ് കോഴ്സ്. കാഴ്ചയ്ക്കൊപ്പം കാഴ്ചപ്പാടും മാറുന്നു. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ. Congratulations for your timely good service. All of your good nurses. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിഗ്നിറ്റി. വിതരണ രംഗത്ത് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ഷോറൂം മണി ഹോം നീഡ്സ്. വീട്ടമ്മമാരുടെ അഭിരുചിക്കിണങ്ങിയ വീട്ടുപകരണങ്ങളുടെ കലവറ. സ്റ്റീൽ, ഓട്, അലുമിനിയം പാത്രങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഓവൻ, കോക്കറി, നോൺ സ്റ്റിക്. വിദഗ്ധരായ തൊഴിലാളികൾ മെനഞ്ഞെടുത്ത ലക്ഷ്മി വിളക്ക്, ഉരുളി, നിലവിളക്ക്, കിണ്ടി, ക്ഷേത്രങ്ങളിൽ ആവശ്യമായ മണികൾ, പൂജാപാത്രങ്ങൾ, വലിയ വിളക്കുകൾ, കൂടാതെ വ്യാപാരികൾ, ആരാധനാലയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ഡിന്നർ സെറ്റ്, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വലിയ അലുമിനിയം പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗവുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ പുതിയ സ്ഥാപനം മണി ഹോം നീഡ്സ്. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്, എന്റെ സ്വന്തം വീട്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. The magical bond between me and my home. D&G Furniture and Interiors, അതിനാൽ കാഞ്ഞങ്ങാട്. ആരത്? നസീമേ, ഇജ്ജ് കേറി മോളെ. അല്ല, പാപ്പക്ക് ഇത്രയും ദൂരമില്ലെല്ലാം കാണും. പിന്നെ
കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിലെ കണ്ണാടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നെ ചെറുപ്പാക്കുന്നതും നിന്നെ വലുപ്പാക്കുന്നതും ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. നിങ്ങൾക്കും പോയിക്കോട് ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിൽ. എന്റെ സെമീറ, ഞാനിത് ഇപ്പൊ തന്നെ പോലായി. നേത്രചികിത്സാ രംഗത്ത് നൂതന സാങ്കേതികതയുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്നു ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ബിഗ് മാൾ കാഞ്ഞങ്ങാട്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ് റെയിൽവേ സ്റ്റേഷൻ റോഡ് കോട്ടച്ചേരി, ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ് പരപ്പ, ഐ ട്രസ്റ്റ് ഒപ്റ്റിക്കൽസ് മാണിക്കോട്. വാർത്തകൾ തുടരുന്നു. തൃക്കരിപ്പൂർ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി തൃക്കരിപ്പൂർ കേന്ദ്രമായി ന്യൂറോ റീഹാബിലിറ്റേഷൻ സെന്റർ പ്രവർത്തനത്തിന് തുടക്കമിടുന്നു. 1.5 കോടി രൂപ ചെലവിൽ സംസാർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹകരണത്തോടെയാണ് സെന്റർ ഒരുക്കുന്നത്. വിവിധ പഞ്ചായത്ത് പരിധിയിലെ 250-ൽ പരം കിടപ്പ് രോഗികൾക്ക് 15 വർഷമായി വീടുകളിലെത്തി ഹോം കെയർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്ന തൃക്കരിപ്പൂർ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ആഗോള സംഘടനയായ വിങ്സ് ചാരിറ്റബിൾ ട്രസ്റ്റുമായി ചേർന്നാണ് ന്യൂറോ റീഹാബിലിറ്റേഷൻ സെന്റർ തുടങ്ങുന്നത്. സംസാർ ചാരിറ്റബിൾ ട്രസ്റ്റ് സഹകരണത്തോടെ ഡോക്ടർമാരുടെ പൂർണ്ണ സേവനത്തോടെയാണ് കേന്ദ്രം പ്രവർത്തിക്കുക. 1 വർഷത്തിനകം കെട്ടിടം പൂർത്തീകരിക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. ഡിസംബർ 20 വൈകുന്നേരം 3 സംസാർ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും തൃക്കരിപ്പൂർ മജ്ലിസെ ഹസൻ കൂട്ടായ്മയുടെ രക്ഷാധികാരിയുമായ എം സലാഹുദ്ദീൻ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ MTP മുഹമ്മദ് കുഞ്ഞി, NA മുനീർ, PP രഘുനാഥ്, PP ലത്തീഫ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ചെറുവത്തൂർ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചെറുവത്തൂർ ഫെസ്റ്റ് 7ാം സീസൺ ഡിസംബർ 18 മുതൽ ജനുവരി 5 വരെ തീയതികളിൽ നടക്കും. ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്യും. ആർട്ടിഫിഷ്യൽ ആനിമൽസ്, ഫുഡ് കോർട്ട്, സെൽഫി സ്പോട്ടുകൾ, വിപണന സ്റ്റാളുകൾ, പുഷ്പഫലവൃക്ഷ തൈകളുടെ വിപണന നഗരി, എല്ലാ ദിവസവും വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവ ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ഡിസംബർ 18 വൈകുന്നേരം ചെറുവത്തൂർ ഫെസ്റ്റ് ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്യും. റോബോട്ടിക് ആനിമൽ ഷോ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് K അഹമ്മദ് ഷെരീഫും ബേർഡ്സ് പാരഡൈസ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറയും വിപണന സ്റ്റാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീളയും പുഷ്പമേള രക്ഷാധികാരി PP മുസ്തഫയും അമ്യൂസ്മെന്റും ഫുഡ് കോർട്ടും ഏകോപന സമിതി മേഖലാ പ്രസിഡന്റ് CH അബ്ദുൾ റഹീമും ഉദ്ഘാടനം ചെയ്യും. വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനാ ഭാരവാഹികളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. ഫെസ്റ്റിന്റെ ഭാഗമായി മാപ്പിളപ്പാട്ട്, സിനി ട്രാക്ക് മത്സരങ്ങളും നടക്കും. പ്രസീത ചാലക്കുടി നയിക്കുന്ന നാടൻപാട്ട്, സിനിമാ താരങ്ങൾ അവതരിപ്പിക്കുന്ന കോമഡി ഷോ, 10-ൽ പരം മ്യൂസിക് ബാൻഡുകളുടെ ഓർക്കസ്ട്ര, ഇശൽ നൈറ്റുകളും ഉൾപ്പെടെ എല്ലാ ദിവസവും കലാപരിപാടികൾ ഫെസ്റ്റ് നഗരിയിൽ അരങ്ങേറും. സംഘാടക സമിതി ഭാരവാഹികളായ CV പ്രമീള, PP മുസ്തഫ, C രഞ്ജിത്ത്, P പത്മിനി, KC സതീശൻ, SN രഞ്ജിത്ത്, C പ്രീത, K ശ്രീധരൻ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. അടൂട്ട് മൂത്തേടത്ത് കുതിര് പഴയസ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്ത് സംക്രമദിന പൂജ നടന്നു. ഫണ്ട് കൈമാറൽ ചടങ്ങും നടന്നു. പ്രസിദ്ധമായ അടൂട്ട് മൂത്തേടത്ത് കുതിര് പഴയസ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്ത് ധനുമാസ സംക്രമദിന പൂജയും ശ്രീകോവിലിന്റെ തറയിൽ കരിങ്കല്ല് പാകുന്ന പ്രവൃത്തിയിലേക്കുള്ള ഫണ്ട് കൈമാറൽ ചടങ്ങും നടന്നു. അബുദാബി പവർ ഓഫ് ഫിറ്റ്നസ് സെന്റർ ഉടമ രാജൻ വീണച്ചേരി ഫണ്ട് നൽകി. ശ്രീരാജ്, വിജിത്ത് എന്നിവരിൽ നിന്നും ആചാരസ്ഥാനികരുടെ സാന്നിധ്യത്തിൽ രാമകൃഷ്ണൻ കാരണവർ ഫണ്ട് ഏറ്റുവാങ്ങി. തറ കരിങ്കല്ല് പാകുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഫണ്ട് ചെല്ലാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ നടക്കുന്നത്. ഇപ്പോൾ അവർ വന്നിട്ടുണ്ട്, ഏറ്റുവാങ്ങാൻ വേണ്ടി. ദേവസ്ഥാനം പ്രസിഡന്റ് കൊട്ടൻകുഞ്ഞി അടൂട്ട്, സെക്രട്ടറി M ബാലൻ, ട്രഷറർ TP കുഞ്ഞികൃഷ്ണൻ, വിജി രാജൻ, അമ്പല കമ്മിറ്റി അംഗങ്ങൾ, മറ്റ് ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മാവുങ്കൽ അടിയാർക്കാവ് കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്ത് സംക്രമ പൂജ നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് മാവുങ്കാൽ അടിയാർക്കാവ് കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്ത് സംക്രമ പൂജ നടന്നു. തുടർന്ന് ഭക്തജനങ്ങൾ അന്നദാനത്തിനായി നൽകിയ 600 സ്റ്റീൽ പാത്രങ്ങൾ, മാതൃസമിതി സ്വരൂപിച്ച കസേരകൾ എന്നിവയുടെ സമർപ്പണവും നടന്നു. പ്രസാദ വിതരണത്തിനുള്ള ബാഗുകൾ സുരേഷ് വെള്ളിക്കോട്ട് സമർപ്പിച്ചു. അടിയാർക്കാവ് കാരണവർ ചന്ദ്രബാബു മേലടുക്കം, ഭാസ്കരൻ, രാജു പാണത്തൂർ, അനിൽകുമാർ കല്യാൺ റോഡ്, സുനിൽകുമാർ കല്യാൺ റോഡ്, കാനായി കുഞ്ഞിരാമൻ, രമേശൻ പുതിയകണ്ഠം, മോഹൻദാസ്,
ഭരതൻ കണ്ടത്തിൽ, കുഞ്ഞിരാമൻ കുറ്റിയാട്ട് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് മഞ്ഞൂട്ട് ദേവാലയ കളിയാട്ട മഹോത്സവം ജനുവരി 24 മുതൽ 28 വരെ. ഫണ്ട് ഉദ്ഘാടനം നടന്നു. കാഞ്ഞങ്ങാട് മഞ്ഞൂട്ട് ദേവാലയത്തിലെ കളിയാട്ട മഹോത്സവം ജനുവരി 24 മുതൽ 28 വരെ നടക്കും. 2 ദിവസങ്ങളിലായി നടക്കുന്ന മഹോത്സവത്തിന്റെ വിജയത്തിനായുള്ള ഫണ്ട് ഉദ്ഘാടന ചടങ്ങ് ക്ഷേത്രത്തിൽ വെച്ച് നടന്നു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ അംബുജാക്ഷൻ കുന്നരുകത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. മഞ്ഞോട്ട് ദേവാലയത്തിൽ 2025-24 മുതൽ ജനുവരി 24 മുതൽ നടക്കുന്ന ആഘോഷത്തിൻ്റെ ഭാഗമായി നടന്ന ഫണ്ട് ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത്. ജനുവരി 24 മുതൽ 28 വരെയാണ് ഉത്സവം. ഈ ഉത്സവത്തിലേക്ക് എല്ലാ ആൾക്കാരെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ക്ഷേത്ര സ്ഥാനികരും ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളും ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും പോഷക സംഘടനാ അംഗങ്ങളും വനിതാ സമിതി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. പ്രസിഡന്റ് സുധീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി സനൽ മഞ്ഞൂട്ട് സ്വാഗതവും ട്രഷറർ സുധീഷ് പി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയിൽ 3ാം ഘട്ട ഡിജിറ്റൽ സർവേ ആരംഭിച്ചു. പെരുമ്പള വില്ലേജിൽ ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. വിനോദസഞ്ചാര മേഖലയിൽ സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ ലക്ഷ്യം കണ്ടുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗേറ്റ്വേ ബേക്കൽ പ്രീമിയർ 5 സ്റ്റാർ റിസോർട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സഹായഹസ്തവുമായി ഉത്തര മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി സഹായം വിതരണം ചെയ്തു. കാറ്റാടി AKG മന്ദിരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. ചടങ്ങിൽ 100 ആളുകൾ പങ്കെടുത്തു. കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് PK ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. റെൻസ്ഫെഡ് കാസർഗോഡ് ജില്ലാ സമ്മേളനം സമാപിച്ചു. കാഞ്ഞങ്ങാട് രാജ റെസിഡൻസിയിലായിരുന്നു സമ്മേളനം. ചിമ്മിനി ടൗണിൽ നിർമ്മിച്ച രക്തസാക്ഷി സ്മാരക മന്ദിരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. CPM ചെറുവത്തൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്മാരക മന്ദിരം ഒരുക്കിയത്. ഗുരുവായൂർ ഭസ്മ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അതീന്ദ്രിയം എന്ന വിഷയത്തിൽ സത്സംഗം നടന്നു. സദ്ഗുരു ഹേമന്ത് ശങ്കര അനുഗ്രഹ പ്രഭാഷണം നടത്തി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.